ഓം തപോവനം ശ്രീ സത്യസായി സച്ചരിതം അധ്യായം 12 ആതുര സേവാ മന്ദിരം സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി. സാധുജനങ്ങൾക്കായി ഭഗവാൻ 1956 ശ്രീ സത്യസായി ജനറൽ ആശുപത്രി പർത്തിയിൽ സ്ഥാപിച്ചു. ആശുപത്രിയും അതുപോലെ ഡോക്ടർമാരും വെറും ഉപകരണങ്ങൾ മാത്രമായിരുന്നു. യഥാർത്ഥ ഡോക്ടർ ഭഗവാൻ ശ്രീ സത്യസായി ബാബ തന്നെ. ഡോക്ടർമാർ ഉപേക്ഷിച്ചതോ അവർക്ക് രോഗം പോലും തിരിച്ചറിയാൻ കഴിയാതെ വന്നിട്ടുള്ളതോ ആയ രോഗികളെ ഭഗവാൻ സ്വയം ഏറ്റെടുത്ത് അത്ഭുതകരമായി സുഖപ്പെടുത്തിയ സംഭവങ്ങൾ എത്ര വേണമെങ്കിലുമുണ്ട്. മറ്റുള്ള ആശുപത്രികളിൽ ലക്ഷങ്ങൾ ചെലവ് വരുന്ന ചികിത്സ സൗജന്യമായി ചെയ്യുന്നതും ലോകത്തിലെ മറ്റൊരു അത്ഭുതവുമായി മാറുന്ന ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സ്ഥാപിക്കണമെന്നത് ഭഗവാന്റെ സങ്കല്പമായിരുന്നു. ഞൊടിയിടയിൽ ഭഗവത് സങ്കല്പം ഫലപ്രാപ്തിയിലെത്തി. ലക്ഷങ്ങൾ ചെലവ് വരുന്ന ചികിത്സ പൂർണ്ണമായി സൗജന്യം. ലോകത്തിലെ മറ്റൊരു അത്ഭുതമെന്ന വിധം ആശുപത്രി നിർമ്മിക്കപ്പെട്ടു. ദിവ്യേച്ഛ ഫലപ്രാപ്തിയിലെത്തുവാൻ ഏറെ സമയം വേണ്ടി വന്നില്ല. 1990 നവംബർ 22 ഭഗവാൻ ശ്രീ സത്യസായി ബാബ തറക്കല്ലിട്ടുകൊണ്ട് പ്രഖ്യാപിച്ചു. കൃത്യം ഒരു വർഷം കഴിയുമ്പോൾ 1991 നവംബർ 22 ഇവിടെ ആശുപത്രി ഉദ്ഘാടനം ചെയ്യും. ലണ്ടനിലെ പ്രിൻസ് ഓഫ് വെയിൽസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ചറൽ ഡയറക്ടർ പ്രഗത്ഭനായ ശില്പി ഡോക്ടർ കെയ്ത്ത് ക്രിച്ച്ലോവാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ പ്ലാൻ ഡിസൈൻ ചെയ്തത്. സർ ഐസക് ടിഗററ്റിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം പ്രശാന്ത നിലയിലെത്തി ഭഗവാനെ സന്ദർശിച്ചു. സ്വാമി ഇൻ്റർവ്യൂ നൽകി. നിർദ്ദിഷ്ട ആശുപത്രിയുടെ സങ്കീർണമായ രൂപരേഖയെക്കുറിച്ച് ഭഗവാൻ ആർക്കിടെക്റ്റിനോട് വിശദീകരിച്ചു. തൻ്റെ സങ്കല്പം സ്വാമി വിവരിച്ചപ്പോൾ അവിടുന്ന് നിർമ്മാണത്തിന് ആവശ്യമായ വാസ്തുശാസ്ത്രം, ഗൃഹങ്ങളുടെ നില, ജ്യോതിഷപരമായ കാര്യങ്ങൾ എന്നിവ ചൂണ്ടിക്കാണിച്ചു. സാങ്കേതികമായ അറിവുകളിൽ സ്വാമിയുടെ ആഴമറിഞ്ഞ് എഞ്ചിനീയർ സ്തബ്ധനായിപ്പോയി. എഞ്ചിനീയർ ലണ്ടനിലേക്ക് മടങ്ങി സ്വാമിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഡിസൈൻ വരയ്ക്കാൻ തുടങ്ങി. പക്ഷേ അദ്ദേഹത്തിന് വിജയിക്കാനായില്ല. ഒടുവിൽ ഒരു സുഹൃത്തിൻ്റെ ഉപദേശപ്രകാരം താൻ ബാബയുടെ തൃക്കരങ്ങളിൽ വെറുമൊരു ഉപകരണമാണെന്ന് ക്രിച്ച്ലോ സ്വയം സങ്കല്പിച്ചു. സ്വാമിയുടെ ദയയ്ക്കായി അദ്ദേഹം സമ്പൂർണ്ണ ശരണാഗതി അടഞ്ഞു. അഗാധമായി പ്രാർത്ഥിച്ചതിന് ശേഷം ക്രിച്ച്ലോ ജോലി പുതിയതായി തുടങ്ങി. അദ്ദേഹം നീളമുള്ള വലിയൊരു ഡ്രോയിങ് പേപ്പർ എടുത്തു. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരൊറ്റ ശ്രമത്താൽ ആശുപത്രിയുടെ സ്കെച്ചിട്ടു. ഓരോ അറ്റത്തും ഓരോ വാർഡുകൾ ചേർത്തു. അത് ഇരുവശങ്ങളിലേക്ക് നീട്ടി മധ്യത്തിലേക്ക് വളഞ്ഞിരിക്കുന്നത് പോലെ വരച്ചു. പ്രേമഹസ്തങ്ങളാലെ അരികിൽ വരുന്നവരെ ആലിംഗനം ചെയ്യാൻ വെമ്പുന്ന പോലെ സ്വാമി നിർദ്ദേശിച്ചതുപോലെ തന്നെ പ്ലാൻ വരച്ചു. ഒരു സംഘം ആർക്കിടെക്റ്റുകൾ ഈ ഘട്ടത്തിൽ ജോലി ഏറ്റെടുത്തു. അവർ 3 മാസം ദിവസം 17 മണിക്കൂറുകൾ വീതം കഠിനമായ ജോലിയെടുത്തു. ഡിസൈനും പ്ലാനും വിശദമായ വിവരണത്തോടെ പൂർത്തിയാക്കി. അവർ പ്ലാനുകൾ മുഴുവനും സ്വാമി നിയോഗിച്ച ഇന്ത്യയിലെ നിർമ്മാണ കമ്പനിക്ക് അയച്ചു കൊടുത്തു. പക്ഷേ ഡോക്ടർ ക്രിച്ച്ലോവിന് തൻ്റേതായ സംശയങ്ങളുണ്ടായിരുന്നു. സാങ്കേതികമായി വളരെയേറെ പുരോഗമിച്ച അമേരിക്കയിൽ പോലും ഇത്തരം ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി 7 വർഷമെങ്കിലും ഇല്ലാതെ നിർമ്മിക്കാനാവില്ല. സ്വാമിക്ക് എങ്ങനെ 6 മാസം കൊണ്ട് ഈ ആശുപത്രി നിർമ്മിക്കാനാകും? ക്രിച്ച്ലോ അത്ഭുതപ്പെട്ടു. ലണ്ടനിൽ നിന്നും എഞ്ചിനീയർമാർ എത്തി. അവർ അടിത്തറയിട്ട് 3-4 അടി ഉയരത്തിൽ കോൺക്രീറ്റ് തൂണുകൾ പടുത്തുയർത്തി. സ്വാമി മെയ് മാസം ബാംഗ്ലൂരിലേക്ക് പോയപ്പോൾ ഈ എഞ്ചിനീയർമാരും പണിസ്ഥലം വിട്ടു വീട്ടിലേക്ക് മടങ്ങി. 1991 മെയ് 22 ബാംഗ്ലൂരിൽ നിന്നും കൊടൈക്കനാലിലേക്ക് പോകവേ സ്വാമി കേണൽ ജോഗറാവുവിനെയും കൂട്ടി നിർമ്മാണ സ്ഥലത്തെത്തി. നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്ര കണ്ട് പുരോഗമിച്ചെന്നറിയാൻ. അന്നു മുതൽ ഉദ്ഘാടനത്തിന് സ്വാമി നേരത്തെ പ്രഖ്യാപിച്ച തീയതി ഇനി കൃത്യം 6 മാസം മാത്രമേ ഉള്ളൂ. പണിയേണ്ടുന്ന കെട്ടിടം രാജോചിതമായത്. ഏറ്റവും പുതിയ വൈദ്യോപകരണങ്ങൾ വാങ്ങണം. അത് പ്രവർത്തനക്ഷമമാക്കണം. എല്ലാം ഉപയോഗക്ഷമമാക്കും മുമ്പേ ആയിരക്കണക്കിന് മറ്റ് ആവശ്യങ്ങൾ നടപ്പിലാക്കേണ്ടി വരും. കേണൽ ജോഗറാവ് പറഞ്ഞു. സ്വാമി, നാം ആയിരക്കണക്കിന് ജോലിക്കാരെ രാപകൽ ജോലി ചെയ്യിച്ചാലും ഈ പദ്ധതി നവംബർ 22 മുമ്പ് പൂർത്തീകരിക്കാനാകുമോ? സാമ്പത്തിക നില എങ്ങനെ? റാവുവിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് സ്വാമി തിരക്കി. അനിശ്ചിതത്വത്തിൻ്റെ സംശയങ്ങളും തരംഗങ്ങൾ സൃഷ്ടിക്കേണ്ടതില്ല. സ്വാമിയുടെ സങ്കല്പം പൂർത്തീകരിക്കപ്പെടാൻ ബാധ്യസ്ഥമാണ്. അതിനുശേഷം അവിടുന്ന് ഒരു ഇന്ത്യൻ എഞ്ചിനീയറായ ബ്രിഗേഡിയർ ബോസിനെ വിളിപ്പിച്ചു. ലാസൻ ആൻഡ് ട്യൂബ്രോ വഴി 2000 ജോലിക്കാരെ എടുക്കൂ. അവരെ കൊണ്ട് ജോലി ചെയ്യിക്കൂ. കൃത്യസമയത്ത് ജോലി തീർക്കണം. ഇത്രയും നിർദ്ദേശിച്ചിട്ട് ഭഗവാൻ കൊടൈക്കനാലിലേക്ക് പോയി. ഭഗവാൻ അരുളിയതുപോലെ ബ്രിഗേഡിയർ ബോസ് പ്രവർത്തിച്ചു. അദ്ദേഹം സമസ്ത ഭാരവും ഹൃദയപൂർവ്വം സ്വാമിയുടെ ദിവ്യമായ ചുമലിലേക്ക് മാറ്റി. 2000-ലേറെ ജോലിക്കാരെ കൊണ്ട് നിത്യവും ബ്രിഗേഡിയർ ജോലി ചെയ്യിപ്പിച്ചു. ഇരവ് പകൽ തടസ്സമില്ലാതെ ജോലി നടക്കുന്നുവെന്ന് ഉറപ്പാക്കി. അദ്ദേഹത്തിൻ്റെ കഠിനയജ്ഞ മഹത്തായ ഫലം നൽകി. 1991 ഒക്ടോബർ 15 ആയപ്പോഴേക്കും പ്രഖ്യാതമായ ഉദ്ഘാടന ദിനത്തിന് 1 മാസം മുമ്പേ അത് അതിഗംഭീരമായ കെട്ടിട സമുച്ചയം ഉപകരണ സജ്ജീകരണത്തിനായി വൈദ്യശാസ്ത്ര വിദഗ്ധർക്ക് കൈമാറി. സർ ഐസക് ടിഗററ്റ് ധാരാളം വൈദ്യോപകരണങ്ങൾ സംഭാവന ചെയ്തു. ഭാരത സർക്കാർ തീരുവകളും നികുതികളും ഒഴിവാക്കി വിമാനമാർഗ ഉപകരണങ്ങൾ പർത്തിയിലെത്തിച്ചു. ജെറ്റ് വിമാനങ്ങൾക്ക് നേരിട്ട് പുട്ടപർത്തിയിലെത്താനും താമസം കൂടാതെ ചരക്കിറക്കാൻ 1 വർഷം മുമ്പ് തന്നെ ശ്രീ സത്യസായി വിമാനത്താവളം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നിലയിലേക്ക് ഉയർത്തിയിരുന്നു. അമേരിക്കൻ സായി ഫൗണ്ടേഷനിലേക്ക് ജോൺ സിംഗ്ലെയർ സംഭാവന ചെയ്ത ₹1 കോടി കൊണ്ട് രക്തപരിശോധനയ്ക്കുള്ള ഏറ്റവും അത്യാധുനിക ഉപകരണം അമേരിക്കയിൽ നിന്നും സമ്പാദിച്ചു. ആ ഉപകരണം കൊണ്ട് 1 മണിക്കൂറിൽ 600 രോഗികളുടെ രക്തം 20 തരം പരിശോധന നടത്തിയ ശേഷം ഡോക്ടർമാർക്ക്
രോഗനിർണയത്തിനായി കൊടുക്കാനാകും. 100 ലക്ഷം രോഗികളുടെ പരിശോധനാ ഫലങ്ങൾ അതിൻ്റെ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കാനും ആവശ്യമുള്ളപ്പോൾ ആ വിവരം നൽകുവാനും സാധിക്കും. ഒടുവിൽ ആ മഹത്തായ ദിനമെത്തി. 1991 നവംബർ 22 ഭഗവാന്റെ ദിവ്യസങ്കല്പ പ്രകാരം ഉദ്ഘാടന ദിനം തന്നെ 4 ഓപ്പൺ ഹാർട്ട് സർജറികൾ ചെയ്തു. എത്ര അതിശയകരം, എന്തൊരു അത്ഭുതം! കൃത്യം 1 വർഷം മുമ്പ് ഈ ഉദ്ഘാടന ദിനം പ്രഖ്യാപിച്ചതായിരുന്നു. 6 മാസം മുമ്പ് വരെ അവിടം ഒരുക്കിയെടുക്കാത്ത കൃഷിയിടങ്ങൾ കേവലം 5.5 മാസം കൊണ്ട് മഹത്തായ രാജകീയ മന്ദിരം പണിതുയർത്തുക. അതിദുർലഭവും അത്യാധുനികവുമായ വൈദ്യശാസ്ത്രോപകരണങ്ങൾ നേരിട്ട് പർത്തി വിമാനത്താവളത്തിൽ എത്തിച്ചേരുക. 1 വർഷം മുന്നേ പ്രഖ്യാപിച്ച അതേ ദിവസം തന്നെ വളരെ കൃത്യമായി ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചതായി പ്രഖ്യാപിക്കുക. ഉദ്ഘാടന ദിനം തന്നെ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുക. ഇതെല്ലാം വിശ്വസിക്കത്തക്കതോ? ലോകമെമ്പാടുമുള്ള വിദഗ്ധർ അമ്പരന്നുപോയി. ഭഗവാന്റെ വാക്കുകൾ നമ്മുടെ ചെവിയിൽ മുഴങ്ങുകയാണ്. എൻ്റെ സങ്കല്പം പൂർത്തീകരിച്ചേ തീരൂ. 14 ലോകങ്ങളും ഒരുമിച്ച് എതിർത്താൽ പോലും ഞാൻ ചെയ്യാൻ സങ്കല്പിച്ച കാര്യം അവർക്ക് തടയാനാവില്ല. എൻ്റെ ദിവ്യശക്തി ഗ്രഹിക്കാനുള്ള കഴിവ് ആർക്കുമില്ല. ബ്രഹ്മാവ് തുടങ്ങി ഒരു ദേവന്മാർക്ക് പോലും അത് ഗ്രഹിക്കാനാവില്ല. ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യന് പോലും അതിൻ്റെ ലക്ഷ്യത്തിലൊരംശം പോലും ഗ്രഹിക്കുക അസാധ്യം. മഹത്തായ ഈ ഭഗവദ്വാണികൾ മാനവവംശം മനസ്സിൽ കോറിയിടുക തന്നെ വേണം. പ്രസാദത്തിൻ്റെ ശക്തി. ദമ്പതികൾ കുഞ്ഞുമോളുമായി പർത്തിയിലെത്തി. കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ 2-3 ദ്വാരങ്ങളുള്ളതായി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഡോക്ടർമാർ കണ്ടെത്തി. രോഗം ഗുരുതരവും അടിയന്തര സ്വഭാവമുള്ളതിനാലും പിറ്റേ ദിവസം തന്നെ രാവിലെ തന്നെ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുവാൻ അവർ തീരുമാനിച്ചു. കുട്ടിയെ ഉടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭ്രാന്തനായ പിതാവ് ബാബയെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ വിഷമസന്ധിയെക്കുറിച്ച് അറിയിക്കാനും അനുഗ്രഹം നേടാനും തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ഹാളിൽ പോയിരുന്നു. നിത്യകർണാവായ ബാബ ഭക്തർക്കിടയിലൂടെ നീങ്ങുന്ന ഒരു ആൺകുട്ടി അന്ന് അയാളുടെ ജന്മദിനം സ്വാമിക്ക് സമർപ്പിക്കാൻ മിഠായി കൊണ്ടുവന്നിട്ടുണ്ട്. ബാബ അത് സ്വീകരിച്ച് ഭക്തന്മാർക്കിടയിൽ മിഠായി വാരി എറിഞ്ഞു കൊടുത്തു. തകർന്ന ഹൃദയമായിരിക്കുന്ന ഹൃദ്രോഗിയുടെ പിതാവിൻ്റെ മടിയിലും ഒരു മിഠായി വന്നു വീണു. അദ്ദേഹം അത്യാഹ്ലാദനായി സ്വാമിയുടെ വിശുദ്ധ പ്രസാദമായി സ്വീകരിച്ചു. അദ്ദേഹം ആശുപത്രിയിലെത്തി പ്രസാദം കുഞ്ഞിനെ കൊണ്ട് കഴിപ്പിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ശസ്ത്രക്രിയയ്ക്കായി കൊണ്ടുപോയി. ഡോക്ടർമാർ അവസാന മിനിറ്റിലെ എക്സ്റേ എടുത്തു. അവർ സംഭ്രമിച്ചു പോയി. കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ യാതൊരു പ്രശ്നവും കാണുന്നില്ല. കുഞ്ഞിന് ഓപ്പറേഷൻ ആവശ്യമില്ലെന്ന് അവർ തീരുമാനിച്ചു. ഡിസ്ചാർജ് ചെയ്തു. സ്വാമിയുടെ അനന്തമായ പ്രേമം, കരുണ എന്നിവ വാക്കുകളിൽ ഒതുക്കുവാൻ ആർക്കെങ്കിലും ആകുമോ? ശസ്ത്രക്രിയ ചെയ്തതാര്? നിരവധി രോഗങ്ങളാൽ പീഡിക്കപ്പെടുന്ന അയാളുടെ ഹൃദയപരിശോധന സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ നടത്തി. അയാളുടെ അവസ്ഥ വളരെ പരിതാപകരം. ശസ്ത്രക്രിയ മൂലമുണ്ടാകുന്ന ക്ലേശം സഹിക്കാൻ രോഗിക്കാവില്ലെന്ന് ഡോക്ടർമാർക്ക് തോന്നി. എന്തെങ്കിലും ചെയ്യാൻ ഡോക്ടർമാർ വിസമ്മതിച്ചു. രോഗി ഭഗവാനോട് ഉത്കണ്ഠമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എങ്ങനെയായാലും തന്നെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയണമേ എന്ന് രോഗി പ്രാർത്ഥിച്ചു. ഭഗവാൻ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേട്ടു. സ്വാമി ആ രോഗിയെക്കുറിച്ച് ഡോക്ടർമാരോട് അന്വേഷിച്ചു. അദ്ദേഹം നിരവധി രോഗങ്ങളാൽ പീഡിതനാണെന്നും അവരുടെ അഭിപ്രായത്തിൽ ഓപ്പറേഷൻ നടത്തുക ഉചിതമല്ലെന്നും അറിയിച്ചു. ഓപ്പറേഷനുമായി മുന്നോട്ട് പോകുമോ? ഒന്നും സംഭവിക്കില്ല, ഞാൻ നോക്കിക്കൊള്ളാം, സ്വാമി അഭയമരുളി. ഓപ്പറേഷൻ നടന്നു. ഡോക്ടർമാർക്ക് തികച്ചും അവിശ്വസനീയമായിരുന്നു. ഓപ്പറേഷൻ വിജയമായി കുറച്ച് ദിവസം കഴിഞ്ഞ് സ്വാമി രോഗിയുടെ ആരോഗ്യാവസ്ഥ തിരക്കി. ഓപ്പറേഷൻ സമ്പൂർണ്ണ വിജയമായിരിക്കുമെന്നും രോഗി വളരെ നല്ല അവസ്ഥയിലാണെന്നും അവർ അറിയിച്ചു. സങ്കീർണമായ ശസ്ത്രക്രിയയുടെ വീഡിയോയിലും എടുക്കുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി പതിവുള്ള രീതിയാണ്. വീഡിയോ ഫിലിമുകളിലൂടെ ഒരെണ്ണം കാണുവാൻ സ്വാമി ഡോക്ടർമാരോട് നിർദ്ദേശിച്ചു. വീഡിയോ കണ്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. ഓപ്പറേഷൻ ടേബിളിന് ചുറ്റും സ്വാമി വിവിധ രൂപത്തിൽ, അവരുടെ ഓരോരുത്തരുടെയും സാമ്യമുള്ള രൂപത്തിൽ, തങ്ങളുടെ അഹന്തയിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും അവർ മോചിതരായി. അവർ മനസ്സിലാക്കി സ്വാമി മാത്രമാണ് ശസ്ത്രക്രിയകൾ ചെയ്യുന്നത്. അവർ ആ തൃക്കരങ്ങളിൽ വെറും ഉപകരണങ്ങൾ മാത്രം. അതീവ വിനയത്തോടെ അവർ ഭഗവാൻ തൃപ്പാദങ്ങളിൽ ശിരസർപ്പിച്ചു. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അതീവ വേഗതയിൽ വളർന്നു. കാർഡിയോളജി, കാർഡിയോ തൊറാസിക് സർജറി, യൂറോ നെഫ്രോളജി, ഒപ്താൽമോളജി ഈ വിഭാഗങ്ങളും ആരംഭിച്ചു. ശക്തിയേറിയ ഊർജ്ജ തരംഗങ്ങൾ ഉപയോഗിച്ച് മൂത്ത നാളിൽ രൂപപ്പെടുന്ന കല്ല് പൊട്ടിച്ച് കളയാൻ വൈദഗ്ധ്യമുള്ളൊരു ലിത്തോട്രിപ്സി സെൻറ്ററും കൂടിയുണ്ട്. മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന എല്ലാത്തരം ചികിത്സകളും ശസ്ത്രക്രിയകളും ഈ ആശുപത്രി സമ്പൂർണ്ണ സൗജന്യമായി ചെയ്യുന്നു. ഇത് ലോകത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നായി ഉത്സാഹം എല്ലാവരും അംഗീകരിക്കുന്നു. ഈ ആശുപത്രിയെക്കുറിച്ച് സംസാരിക്കുക സ്വാമി അരുളി. ഇവിടെ രോഗികൾ സദാ സന്തുഷ്ടർ. അവരുടെ ബന്ധുക്കളും സന്തോഷത്തിലും ഉത്സാഹത്തിലുമാണ്. ഡോക്ടർമാർ രോഗികളെ മന്ദസ്മിതത്തോടെ സേവിക്കുന്നു. നഴ്സുമാർ ആഹ്ലാദത്തോടെ തങ്ങളുടെ കർത്തവ്യം ചെയ്യുന്നു. ആ സ്ഥലം മുഴുവനും സന്തോഷമായും. സേവാദളന്മാർ മുറികളും വാർഡുകളും വൃത്തിയാക്കി പോളിഷ് ചെയ്ത് എളുപ്പം വൃത്തിയുമാക്കുന്ന തിരക്കിലാണ്. ഈ ആശുപത്രി യാതൊരുവിധ ഫീസും ചുമത്താത്ത ഇത്രയും മെച്ചമേറിയ ചികിത്സാ സൗകര്യങ്ങൾ മുഴുവൻ സൗജന്യമായി എങ്ങനെ സാധ്യമാകുന്നു എന്നത് ഇവിടുത്തെ ഡോക്ടർമാർ ഒഴികെ മറ്റെല്ലാവരും അത്ഭുതപ്പെടുകയാണ്. അത്തരം സംശയങ്ങൾക്ക് അത്ഭുതങ്ങൾക്ക് തെല്ലുപോലും ഇടം നൽകേണ്ടതില്ല. പവിത്രമായ ഹൃദയത്തോടെ ചെയ്യുന്ന ഒരു കർമ്മങ്ങൾക്കും ധനത്തിൻ്റെ അഭാവം അനുഭവപ്പെടില്ല. ഈശ്വരൻ ഇവിടെയുണ്ടെങ്കിൽ ആശുപത്രി എന്തിന്? ഭക്തന്മാരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനായി ഈശ്വരൻ ഇവിടെ അവതരിച്ചിട്ടുണ്ടെങ്കിൽ ആശുപത്രിയുടെ ആവശ്യമെന്ത്? സംശയാത്മാക്കൾ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നു. അത്തരം സംശയങ്ങളെ പരാമർശിച്ച് ഭഗവാൻ തന്നെ പറയുന്നു. ചില ആളുകൾ ചോദ്യം ചെയ്യുന്നുണ്ട്, സ്വാമിക്ക് തൻ്റെ വെറും സങ്കല്പം കൊണ്ട് മാത്രം രോഗിയെ സുഖപ്പെടുത്താനാകും, പിന്നെ എന്തിന് ഇത്തരം ഒരു ആശുപത്രിയും അതിനോട് ചേർന്ന് അൻസാരികളും? അവർ കുറച്ചധികം കൂടി ചിന്തിക്കട്ടെ. എൻ്റേതായിട്ടുള്ള ആശുപത്രി ഇതൊരെണ്ണം മാത്രമല്ല. ഉദാഹരണത്തിന് ചെന്നൈയിലുള്ള ഒരാൾ ഒരു ക്ലിനിക്ക് ആശുപത്രി നടത്തുന്നുവെന്ന് കരുതുക. അദ്ദേഹം അവിടെ വികലാംഗരായ കുട്ടികളെ ചികിത്സിക്കുന്നു, സുഖപ്പെടുത്തുന്നു.
ആ ആതുരാലയ കേന്ദ്രം എൻ്റേതാണ്. സത്യത്തിൽ ഓരോ ആശുപത്രി അതെവിടെ എന്നതിൽ കാര്യമില്ല, അത് എൻ്റേതാണ്. ഞാൻ അവർ ഓരോരുത്തരുടെയും മേൽനോട്ടം വഹിക്കുന്നു. എന്തിനധികം എൻ്റെ സഹായം തേടി ഹൃദയത്തിൻ്റെ അഗാധത്തിൽ നിന്നും ആരെന്നോട് പ്രാർത്ഥിക്കുന്നു, അവർ ആരായാലും ആശുപത്രിയോ വീടോ മറ്റേത് സ്ഥലമോ എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും അത് ഏത് ഭാഷയിലായാലും അവരെല്ലാവരും എനിക്ക് സ്വന്തം, അവർ എൻ്റേതാണ്. പ്രശാന്തി നിലയത്തിന് ചുറ്റുമുള്ള ഏതാനും ഏക്കറുകളിൽ എന്നെ പരിമിതപ്പെടുത്തരുത്. ഒരാൾ ആത്മാർത്ഥമായി പ്രശാന്തിക്കായി എപ്പോൾ പ്രാർത്ഥിച്ചാലും ആ വ്യക്തി പ്രാർത്ഥിക്കുന്നയിടം പ്രശാന്തി നിലയമായി മാറും. മുഖ്യമായി മറ്റൊരു സത്യം കൂടി ഓർക്കൂ, ഈ ആശുപത്രി നിങ്ങളുടെ വിശ്വാസം ദൃഢമാക്കാൻ സഹായിക്കുന്നു. ഈശ്വരനെ തിരിച്ചറിയാൻ അത് പ്രാപ്തമാക്കും. മനസ്സിൽ നിന്നും സംശയങ്ങൾ അകറ്റും. രോഗികളെ സുഖപ്പെടുത്തുക മാത്രമല്ല മറ്റൊരു പ്രയോജനം കൂടി ഈ ആശുപത്രി നടപ്പിലാക്കുന്നുണ്ട്. ചില ആളുകൾ മരുന്നിനെയും കുത്തിവയ്പ്പുകളെയും അന്ധമായി വിശ്വസിക്കുന്നു. അത്തരം ആളുകൾക്ക് വൈദ്യചികിത്സ ഏർപ്പാട് ചെയ്യേണ്ടത് എൻ്റെ കർത്തവ്യമാണ്. അവർക്ക് ഈശ്വരനുള്ള വിശ്വാസം, അവിടുത്തെ കരുണ എന്നിവയിൽ ഇനിയും ഉറപ്പ് വരേണ്ടിയിരിക്കുന്നു. അവരെ സഹായിക്കാൻ തീർച്ചയായും ഈ ആശുപത്രി അത്യാവശ്യം തന്നെയാണ്. ഓരോരുത്തർക്കും വിഭിന്ന ചികിത്സ. ഡോക്ടർ സീതാരാമയ്യ, പ്രശാന്തി നിലയം ഡോക്ടർമാരിൽ ഒരാൾ. അദ്ദേഹം ഒരിക്കൽ അനാരോഗ്യം മൂലം കിടപ്പിലായി. ഭഗവാൻ ഡോക്ടറുടെ മുറിയിലെത്തി ആരോഗ്യത്തെക്കുറിച്ച് തിരക്കി. സ്വാമി ഡോക്ടർമാർക്ക് അരികിലിരുന്നു. ഒരു ആപ്പിൾ മുറിച്ച് തൃക്കയ്യാലെ കഴിച്ചു. പിന്നെ യാത്രയായി. ഈ സമയം മുഴുവൻ ശ്രീ കസ്തൂരി സ്വാമിക്കൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം ചിന്തിച്ചു, ആവൂ, ഈ ഡോക്ടർ എത്ര അനുഗ്രഹീതൻ. രോഗം പോലും അദ്ദേഹത്തിന് മഹാഭാഗ്യം കൈവരുത്തി. ഈശ്വരൻ സ്വയം അദ്ദേഹത്തിൻ്റെ മുറിയിലെത്തി രോഗിയെക്കുറിച്ച് തിരക്കി തൃക്കയ്യാലെ ഫലം മുറിച്ച് കഴിപ്പിച്ചു. എനിക്കും രോഗം വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോന്നു. കുറച്ചു കാലം കഴിഞ്ഞ് കസ്തൂരി നടുവേദന മൂലം കിടപ്പായി. അനങ്ങാൻ പോലും കഴിയുന്നില്ല. സ്വാമി തന്നെയും കാണാൻ എത്തുമെന്ന് കസ്തൂരി പ്രതീക്ഷിച്ചു. പക്ഷേ സ്വാമിയുടെ മുറിയിലേക്ക് ഉടനടി വരണമെന്ന സന്ദേശമാണ് കസ്തൂരിക്ക് ലഭിച്ചത്. വേദനയുണ്ടോ ഇല്ലയോ? സ്വാമിയുടെ കൽപ്പന അവഗണിക്കുന്ന ചോദ്യമേ ഉദിക്കുന്നില്ല. കസ്തൂരി കഷ്ടപ്പെട്ട് സ്വാമിയുടെ സന്നിധിയിലെത്തി. വാൻ ഒരു കെട്ട് പുതിയ കലണ്ടർ കൊടുത്തിട്ട് പറഞ്ഞു, കസ്തൂരി, ഈ കലണ്ടറുകൾ നിങ്ങൾ തന്നെ ഓരോ മുറിയിലും പൊയ്ക്കോളൂ. ഒരക്ഷരമിണ്ടാതെ കസ്തൂരി കെട്ടുമായി പുറത്തിറങ്ങി. പ്രശാന്തി നിലയത്തിലെ ഓരോ നിലയിലുമുള്ള മുറികളിൽ സ്വാമിയുടെ നിർദ്ദേശപ്രകാരം കലണ്ടറുകൾ അദ്ദേഹം തന്നെ വിതരണം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ക്ലേശം കണ്ട് പലരും ആ ജോലി ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ കസ്തൂരി സമ്മതിച്ചില്ല. കുറഞ്ഞത് ആ ഭാരമേറിയ കെട്ട് ചുമക്കാനെങ്കിലും അനുവദിക്കണമെന്നായി മറ്റുള്ളവർ. പക്ഷേ അദ്ദേഹം സമ്മതിച്ചില്ല. പിന്നീട് അദ്ദേഹം പറഞ്ഞു, അവരുടെ കരുണാപൂർവ്വമുള്ള സഹായ വാഗ്ദാനം ഞാൻ നിരാകരിച്ചതിൻ്റെ കാരണം അവരെങ്ങനെ അറിയും? ഓം ശ്രീ സത്യസായി പരബ്രഹ്മണ്യ നമഃ. ശാന്തി ശാന്തി ശാന്തി. 12-ാം അധ്യായം സമാപ്തം.